അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മളെല്ലാവരും ഓരോ കാര്യത്തിൻ്റെ മേൽ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ആയുധമാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നല്ലൊരു ജീവിതം നൽകാനുള്ള ഒരു പരിഹാര മാർഗമാണ് അത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ ചെയ്ത പ്രാർത്ഥനയ്ക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് ഉത്തരം ലഭിക്കും. എന്തു തന്നെ ആയാലും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റാൻ കഴിവില്ലായിരുന്നുവെങ്കിൽ പടച്ച റബ്ബ് ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വിധിയൊക്കെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പടച്ച റബ്ബ് നമ്മളോട് എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞത്. പടച്ച റബ്ബിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദകളെ കൊണ്ട് വിനയത്തോടു കൂടെ വേണം നമ്മൾ പടച്ച റബ്ബിനോട് ഒരു കാര്യം ചോദിക്കാനായിട്ട്. പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്നെല്ലാം മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തട്ടി പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പടച്ച റബ്ബിലൊരു പ്രതീക്ഷയുണ്ട്, പടച്ച റബ്ബ് എനിക്കിത് സാധിച്ചു തരും, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. എൻ്റെ പ്രാർത്ഥന പടച്ച റബ്ബ് കേൾക്കൂല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഒരു ഉത്തരം നൽകില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ട്, എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല സമയം നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉളുവോടുകൂടെ ഖിബിലക്ക് മുന്നിട്ടിരുന്ന് വേണം നമ്മൾ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യാനായിട്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പടച്ച റബ്ബ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചില അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ പ്രാർത്ഥനയെ ഉപേക്ഷിക്കരുത്. വീണ്ടും വീണ്ടും നമ്മൾ പടച്ച റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. തീർച്ചയായും കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ള റഹ്മാനായ റബ്ബ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ച റബ്ബ് നിറവേറ്റി നല്ലൊരു സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം, നല്ലൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമ്മൾ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമായിട്ടുള്ളത്, ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ വർഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ലൊരു സമയമാണ്, നല്ലൊരു ഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ വർഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടിട്ടുണ്ട്, പടച്ച റബ്ബ് അതിന് ഉത്തരം നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളമായിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലിനൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കാലൊരു തെരിപ്പ് ഒരു വേദന പോലെയൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണത്. അതുപോലെ തന്നെ മൂന്നാമതായി അടയാളം പറയാനുള്ളത്, നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി വരിക എന്നുള്ളതാണ്. നമ്മൾ കൽപ്പിച്ചൂട്ടി കരയുക എന്നുള്ളതല്ല. ദുആയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നെല്ലാം ഒരു തഖ്വ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കണ്ണുനീരൊഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത്, നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദുആ ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരമാസകലം വിറക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ പോലെ നമുക്ക് അനുഭവപ്പെടുക ഈ തരത്തിലുള്ളൊരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദുആ പടച്ച റബ്ബിലേക്ക് എത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് അത് നമുക്ക് സ്വീകരിച്ച് പടച്ച റബ്ബ് നമുക്കതിനൊരു ഉത്തരം നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് ഒരു അടയാളം പറയാനായിട്ടുള്ളത്,
നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭയം പോലെ തോന്നുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലൊരു തഖ്വ, ഒരു ഭയം നമ്മുടെ മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് എന്നുള്ളത്. പ്രാർത്ഥനകൾ സ്വീകരിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടാൽ, ഈ അറിവ് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഈ പറയപ്പെടുന്ന അടയാളങ്ങൾ ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ സംശയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുക. സംശയം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു വിശ്വാസമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബ് എനിക്ക് നൽകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പടച്ച റബ്ബിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യണം. അവൻ എനിക്ക് മതി, പടച്ച റബ്ബ് മതി എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എനിക്ക് ചെയ്തു തരാനായിട്ട്, എൻ്റെ ഈ ആവശ്യം നിറവേറാനൊക്കെ പടച്ച റബ്ബ് എനിക്ക് മതി, പടച്ച റബ്ബ് എനിക്കത് നൽകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പടച്ച റബ്ബ് നിറവേറ്റി നമ്മുടെ എല്ലാവരുടെയും ദുആ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.